ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലിലൊക്കെ വറ്റിച്ചെടുത്ത് റോസ്റ്റ് ചെയ്ത ഞണ്ടാണ്. ഈ ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ രുചി എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള രുചിയാണ്. ചിലർക്കെങ്കിലും ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാലയൊന്നും പിടിക്കലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞണ്ടെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാം. വീഡിയോയിൽ കാണുന്നത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ഞണ്ടാണ്. കാരണം ഇതിൽ ക്ലീൻ ചെയ്യണതും അതുപോലെ തന്നെ വേവിക്കുന്ന വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഞണ്ട് ഏതാണ്ട് 1 കിലോ അടുത്തുണ്ടാകും. അപ്പോൾ 1 കിലോ ഞണ്ട് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. 4 സവാള, 2 തക്കാളി, പിന്നെ 1 കുടം വെളുത്തുള്ളിയും അതേപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. സവാളയും തക്കാളിയും നമുക്ക് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചെറിയ കല്ലുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അതിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ സവാള തക്കാളി ഇവയൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ചൂടായിട്ടുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രത്തിൽ വെള്ളമൊക്കെ വറ്റി പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നീളമുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4ആയിട്ട് കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയെല്ലാം വാടി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ഞാൻ ചിരവിയെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയുടെ അത്രയും തന്നെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കറക്കിയെടുക്കാം. എല്ലാം കൂടെ ആകെ ഒരു പാലേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1-ാം പാല് 2-ാം പാല് അങ്ങനെ ചേർക്കുന്നില്ല. എല്ലാം കൂടെ ഒരു പാലായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ട് വെള്ളത്തോടു കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞണ്ട് നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലിൽ കിടന്ന് ഞണ്ട് നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനൊരു പിടി മല്ലിയിലയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ട് റോസ്റ്റ് റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഞണ്ട് റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. പ്ലേറ്റ് കാലിയാവണ വഴി അറിയില്ല. ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, അപ്പം അതേപോലെ തന്നെ പുട്ട് എല്ലാത്തിൻ്റെ ഒപ്പം നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഞണ്ട് റോസ്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ ചൂടോടുകൂടെ പുട്ടിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. താങ്ക്